ശിവഗിരിനാഥലിലെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും നമസ്കാരം. ഇന്ന് ആത്മോപദേശ ശതകത്തിലെ 2ാം മന്ത്രമാണ് നാം പഠിക്കുന്നത്. ഗുരു ആദ്യ മന്ത്രത്തിൽ ആത്മാവ് എന്താണെന്നും അതിനെങ്ങനെ അത് നേടണമെന്നും പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞു തേറിടണം, നിങ്ങൾ അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് അടുത്ത മന്ത്രത്തിലൂടെ പറയുന്നത്. ഇത് പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ച് കണ്ടെത്തണം, കാണുന്നതിനെ കാണുന്നുള്ളൂ, കാണാത്തതിനെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും വേണം. ഇത് എല്ലാ ആചാര്യം, ഒരാചാര്യനല്ല, ഒന്നിനെ കണ്ട ആളുകൾ എല്ലാം ഒന്നായിട്ടേ അവർക്ക് പറയാനൊക്കെ. ഒരു സത്യമേ ഇവിടെ ഉള്ളൂ. ആ സത്യത്തെ കണ്ട എല്ലാ ആചാര്യരും ഗുരുക്കന്മാരും ഒന്ന് തന്നെയാണ് പറയുന്നത്. പല രീതി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് 2ാം മന്ത്രത്തിലേക്ക് നാം കടക്കുകയാണ്. ഭവ്യതയോടെ നമുക്കതിലൂടെ കടന്നു പോകാം. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ട് അറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിൽ എല്ലാം എന്നാണ് പറയുന്നത്. കരണം, അന്ധക്കരണത്തെയാണ് കരണം എന്ന് പറയുന്നത്. മനസ്സ്, ബുദ്ധി, ജീവൻ, ജീവാത്മാവ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ അന്ധക്കരണം എന്ന് പറയുന്നത്. അതാണ് പറയുന്ന കരണവും ഇന്ദ്രിയവും. ഇന്ദ്രിയങ്ങൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, 5 പഞ്ചേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. കാരണം ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളുണ്ട് 5. കയ്യ്, കാല്, വായ്, വിസർജനേന്ദ്രിയം, ജനനേന്ദ്രിയം, ഇത് 10 ഇന്ദ്രിയങ്ങൾ. അതാണ് പറയുന്ന കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ട്. കളേബരം എന്ന് വെച്ചാൽ ശരീരം. കളേബരം തൊട്ട് അറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം. ഇതെല്ലാം നമ്മൾ അറിയുമ്പോൾ, കാരണം ജഗത്ത്, അനേകം ജഗത്ത്, ഓരോരുത്തർക്കും ഓരോ ജഗത്താണ്. പക്ഷികൾക്ക് അവരുടെ ലോകം, മൃഗങ്ങൾക്ക് അവരുടെ ലോകം, മനുഷ്യന് തന്നെ പല ലോകങ്ങളാണ്. ഈശോവാസോപനിഷത്തിലൊക്കെ 3 വിധത്തിലുള്ള ആളുകളെ പറ്റി പറയുന്നുവെങ്കിൽ ഓരോ ആളുകൾക്കും ഓരോ ലോകമാണ്. നമുക്കൊരു ഇഷ്ടമെന്ന് തോന്നുന്ന ഒരാൾ മറ്റൊരാളുടെ ശത്രുവാണ്. ഓരോരുത്തരുടെയും വീക്ഷണകോണം അനുസരിച്ചാണ് അവരുടെ ലോകം. ഓരോരുത്തരും ഓരോ ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ്. അനേക ജഗത്തും ഓർക്കിലെല്ലാം. ആ ജഗത്ത്, ലോകത്തെ പറ്റി ഓർക്കിൽ നോക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ. പരവെളി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അറിവ്, ശുദ്ധമായ അറിവ്, ആ ബ്രഹ്മം, ആ സത്യം, ആ ആനന്ദം, ഇതിനെയൊക്കെയാണ് പരവെളി തന്നിൽ. വെളി, അവൻ വെളിവില്ലാത്തവൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് പരവെളി തന്നിൽ. പരലോകം എന്ന് പറയുന്നത് മുകളിൽ നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന എന്നുള്ള. പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ. ഭാനുമാൻ സൂര്യൻ. ഭാനുമാൻ തൻ തിരുവുരുവാണിത് തിരഞ്ഞു തേറിടേണം. ഇത് ഭാനുമാന്റെ തിരുവുരുവാണ് എന്ന് തിരഞ്ഞു തേറിടേണം. ഓരോരുത്തരിലും പ്രകാശമാണ് നാം കാണുന്നത്. അപ്പൊ എല്ലാം ഒരു മനുഷ്യനിൽ മാത്രമല്ല, ഏത് പക്ഷിയെ നോക്കിയായിരുന്നാലും, ജീവജാലങ്ങളെ നോക്കിയാലും എല്ലാത്തിലും നമുക്ക് പ്രകാശം കാണാം. ഞാൻ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ ചെടികളിൽ, ഇലകളിൽ ഇങ്ങനെ പ്രകാശം ഉയരുന്നു താഴുന്നു. അട്ടയിൽ നോക്കുമ്പോൾ അതിൽ പ്രകാശം ഉയർന്നു വരുന്നു. കമ്പിൽ നോക്കുമ്പോൾ അത് പ്രകാശം ഉയർന്നു താഴുന്നു. മെഡിറ്റേറ്റ് ചെയ്ത് ആ സമയത്താണ് നമുക്ക് അങ്ങനെ തോന്നുന്നു. ആ ഒരു പ്രത്യേക അവസ്ഥ. നമ്മുടെ കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കും. ഉൾക്കണ്ണാണ് കൊണ്ടാണ് കാണുന്നത്. സാധാരണ മാംസളമായ ചക്ഷുസിന് 70% മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ചെവികൾക്ക് 20,000 20,000 ഹേർട്സിലുള്ള ശബ്ദമേ കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. അതിന് കുറഞ്ഞ ശബ്ദം കേൾക്കാം, വവ്വാലിന് കേൾക്കാം. അതിന് കുറഞ്ഞ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത് സന്യാസി ശ്രേഷ്ഠന്മാരെ പോലെയുള്ളതാണ്.
അപ്പോൾ നമ്മുടെ ഉൾക്കാത് തുറക്കുമ്പോഴാണ് അത് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ മുഴുവനും ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് വിനയം നമുക്കുണ്ടാകും. എല്ലാത്തിലും പ്രകാശമാണ്. മൺതരിയിൽ പ്രകാശം, ചെടികളിൽ പ്രകാശം, പക്ഷികളിൽ പ്രകാശം, എല്ലാം ആ പിന്നീട് പരവെളി തന്നിൽ നിന്നു ഉയർന്ന ഭാനുമാന്തൻ പിന്നീട് തിരുവുരുവാണ്. ഉരുവെന്ന് വെച്ചാൽ ശരീരമാണ്. തിരുവായിട്ടുള്ള ആ ശരീരം, തിരുമേനികളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കും. അപ്പം നമുക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടാകില്ല. നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ വിനയമുള്ളവരായിത്തീരുന്നു. എല്ലാം ഭഗവാന്റെ ശരീരമാണ്, എല്ലാത്തിലും നിൽക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ഞാനൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായി, പരീക്ഷാ പേപ്പറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പ്രകാശം പുറത്തേക്ക് വരും. അപ്പോൾ നാം അല്ല ജോലി ചെയ്യുന്ന. ഇപ്പം എനിക്ക് 65 വയസ്സായി. എല്ലാവരും ചോദിക്കും ഇത്രയും ജോലി എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ. കാരണം ക്യാൻസർ വന്നോണ് ലിംഫ് നോഡ്സ് മാറ്റിയിട്ടുണ്ട്, ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, മുതുകത്തുനിന്ന് 17 മസിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ വീട്ടിലെ എല്ലാ ജോലിയും ഈ പ്രായത്തിലും ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് അതെന്തുകൊണ്ട് ഇങ്ങനെ പറ്റുന്നു എന്ന് എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇത് ഞാനല്ലല്ലോ ചെയ്യുന്നത്, ആ ജ്ഞാനമാകുന്ന കണ്ണൻ ചെയ്യുകയല്ലേ. നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നാം ചെയ്യുന്നു എന്നറിയുമ്പോഴാണ് നമുക്ക്, ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യം വരിക, അവർ സഹായിച്ചില്ല എന്നൊക്കെ വരുന്നത്. ഇത് ഭഗവാൻ ചെയ്യുന്നു, ഇത് സമർപ്പണമാണ്. ഇത് നിങ്ങൾക്ക് അടുത്ത ഒരു ട്രെയിനിങ് ആണിത്, ഇത് പരിശീലനമാണ്. ഇത് ഏത് സമയം നമ്മൾ പരിചിന്ത ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പരിശീലനത്തിൽ നിങ്ങൾ രാവിലെ തൊട്ട് എണീക്കുമ്പോൾ നടക്കുമ്പോൾ ഭഗവാൻ നടക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ആ ചൈതന്യമാണ് നടക്കുന്നത്. നിങ്ങൾ ഡെഡ് ബോഡിയായിട്ട് ഇവിടെ കിടക്കുമ്പോൾ കാതുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് ചലിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ ചലിക്കാനുള്ള ശക്തി ഹൃദയത്തിൽ നിന്ന് നമുക്ക് പകർന്നു തരികയാണ് ചെയ്യുന്നത്. അതൊരിക്കലും നമ്മൾ കണ്ടറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. അപ്പൊ നിങ്ങൾ ഓരോ നിമിഷവും ആ ശക്തിയാണ് പ്രവർത്തിക്കുക, ആ ശക്തിയാണ് നടക്കുന്നത്. ആ ശക്തിക്ക് ആഹാരം കൊടുക്കുക, ആ ശക്തിയെ കിടത്തുക, ആ ശക്തിയെ വസ്ത്രം സമർപ്പയാമേ, അത് ആ ശക്തിയെ കുളിപ്പിക്കുക. എല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ 24 മണിക്കൂറും നിങ്ങൾക്ക് ഭഗവാന്റെ ചിന്തയിലായിരിക്കും. സർവേഷു കാലേഷു മാം അനുസ്മര എന്ന് ഗീതയിലും പറയുന്നുണ്ട്. ഗുരുവും അത് തന്നെയാണ് പറയുന്നത്. ഭഗവാന്റെ തിരുമേനിയാണ് ഇതെന്ന് അറിഞ്ഞ് കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാന്തൻ തിരുവുരുവാണ് തിരഞ്ഞ് തേറിടേണം. അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്കൊരു ജോലിയുണ്ട്. ഉള്ളിൽ ആരാണ് ഇരിക്കുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾക്ക്, ഇച്ഛാശക്തി നിങ്ങൾക്ക് തന്നിട്ട്, വിവേകശക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞ് തേറിടണം, കാണണം എന്നാണ് ഗുരു പറയുന്നത്. തേറിട എന്നുള്ള നാടൻ ഭാഷയും ഒക്കെ ഗുരുവിനെല്ലാം വശമായിരുന്നു. സംസ്കൃതവും തമിഴും എല്ലാം ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്. ആ തേറിടണം ആണ് പറയുന്നത്. അന്വേഷിച്ച് കണ്ടിടണം. കഴിഞ്ഞ തവണ തെരുതെര വീണു വണങ്ങി ഓതിടേണം, തിരഞ്ഞ് തേറിടേണം എന്നാണ് 2ാം ശ്ലോകത്തിലൂടെ ഗുരു പറയുന്നത്. ഗുരുവിൻ്റെ വഴിയിലൂടെ ആ പുതുമേനി പുൽകിടാനായി ഇന്ദ്രിയവൈരാഗ്യപത്യൊക്കെ പറയുന്നത് പോലെ നമുക്ക് പോകാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്കതിന് കഴിയട്ടെ.